പ്രശസ്ത സിനിമ സംവിധായകനായ സെല്ലുലോയിഡിന്റെ സംവിധാനത്തിലൂടെ കേരളത്തിന്റെ സിനിമാ ലോകം ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് പോലെയുള്ള ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിൽ തുടക്കം കുറിച്ച മനസ്സാർ ഇതുപോലുള്ളൊരു വേദിയിൽ വളരെ ആധികാരികമായി സാമൂഹ്യശാസ്ത്രപരമായി ചരിത്രപരമായി ഈ പ്രമേയത്തെ കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യനായ നമ്മുടെ പ്രിയനായ ഡോക്ടർ ദാസ്, അതേപോലെ നഷ്ടനായിക എന്ന നോവലിലൂടെ ഈ ചരിത്ര വരനായ പി.കെ. റോസിയെ മലയാള മനസ്സുകൾക്ക് സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയ അതിനുവേണ്ടിയുള്ള ആ വലിയ പെയിൻ ഏറ്റെടുത്ത സഹോദരൻ ബിനു അബ്രഹാം, രീതിയിലുള്ള എഴുത്തുകാരി ചെയ്ത ഇനിയും വരാനുള്ള ശേഷ സെഷനിൽ നമ്മുടെ ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കേണ്ടതുണ്ട്. അതിനായിട്ട് എത്തിയിട്ടുള്ള മന്ത്രി ജനാർദ്ദനൻ, അതേപോലെ പ്രോഗ്രാം കൂടി നമ്മുടെ ഈ വിഷയം അവതരിപ്പിക്കാനായി ഇഷ്ടപ്പെട്ട സഹോദരങ്ങളുണ്ട്, മറ്റ് പ്രിയമുള്ള സഹോദരങ്ങൾ. വളരെയധികം അഭിമാനവും അതിനേക്കാളേറെ സന്തോഷവുമുള്ള ഒരു സന്ദർഭമാണ്. നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ലോകത്ത് വളരെയധികം അനുഗ്രഹീതമായ ഒരു സായാഹ്നമാണ് ഇന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാള സിനിമയുടെ പെറ്റുനോവ് അത് പച്ചയായി അനുഭവിക്കുകയും അതിന് തീവ്രമായ നൊമ്പരം ഏറ്റുവാങ്ങി അതിന് തന്റെ ശേഷിയും സർഗാത്മകതയും ജീവനും രക്തവും നൽകിയതിന്റെ പേരിൽ തന്റെ സാമൂഹ്യമായ ഐഡന്റിറ്റി, ആ ഐഡന്റിറ്റിയുടെ പേരിൽ, സ്വത്വത്തിന്റെ പേരിൽ ജീവരക്ഷാർത്ഥം, പ്രാണരക്ഷാർത്ഥം കേരളീയ സമൂഹത്തിൽ നിന്നും നാട് വിട്ടു പോകേണ്ടി വന്ന പി.കെ. റോസി എന്ന കലാകാരിയുടെ ചരിത്രത്തിലേക്കുള്ള, വർത്തമാനത്തിലേക്കുള്ള, നാളെയിലേക്കുള്ള വിപ്ലവകരമായ ഒരു തിരിച്ചുവരവിന്റെ സന്ദർഭമാണ്. കലയെ സംബന്ധിച്ച്, സിനിമയെ സംബന്ധിച്ച് സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ വിതയ്ക്കേണ്ട മാറ്റത്തിന്റെയും പരിവർത്തനത്തിന്റെയും ഒരു ഉപാധി എന്ന നിലയ്ക്ക് നമ്മൾ അതിനെ വിലയിരുത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തിലധികമായി നാം സാക്ഷ്യം വഹിക്കുന്ന, നമ്മൾ പലപ്പോഴും ആസ്വാദനത്തിന് അല്ലെങ്കിൽ ആനന്ദത്തിന് പേ ചെയ്ത് നാം കാണുന്ന, കേൾക്കുന്ന നമ്മുടെ കലാരൂപങ്ങൾ, സിനിമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, പക്ഷെ നാം ജീവിക്കുന്ന സമൂഹത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ വിതയ്ക്കാൻ പലപ്പോഴും പരാജയപ്പെടുകയാണ് പതിവ്. അതുകൊണ്ട് ആസ്വാദനത്തിന് നാം പേ ചെയ്യുകയും ആസ്വാദനത്തിനോ ആനന്ദത്തിനോ അങ്ങനെ നാം പണം മുടക്കി തിരഞ്ഞെടുക്കുന്ന കലകൾ, മാധ്യമങ്ങൾ ഒരു ജനതയുടെ ജീവിതത്തെയും അവരുടെ അനുഭവങ്ങളെയും അന്യവൽക്കരിക്കുകയും അതിൽ നിഷേധിക്കുകയും പച്ചയായ ഒരു വലിയ ജനതയുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് പുറത്ത്, അവന്റെ അനുഭവ ലോകത്തിന് പുറത്ത് വേറൊരു ജീവിതത്തെ കാണുവാനും അന്യമായൊരു സംസ്കാരത്തെ ഇങ്ങനെ കേൾക്കുവാനും നിർബന്ധിക്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ നാടിന്റെ ഈ സാംസ്കാരിക സാമൂഹിക ഈ ലോകം എന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്നതിന് വിപരീതമായത് ആനന്ദത്തിന്റെ പേരിൽ ആസ്വദിക്കേണ്ടി വരുന്ന, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ആത്മബോധം കൊണ്ട് എന്താണോ നാം ആഗ്രഹിക്കുന്നത് അതിന് വിപരീതമായ ഒന്ന്, കുറച്ചുകൂടെ നിഷേധാത്മകവും
അതേപോലെ വിരുദ്ധവുമായ മൂല്യങ്ങളെ സഹിക്കാനും അതിനെ അറിയാതെ അതിനെ ഏറ്റെടുക്കാനും നിർബന്ധിതമാക്കുന്ന ഒരു സമൂഹത്തിന്റെ ആത്മനൊമ്പരമുണ്ട്. ഈ ഒരു നൊമ്പരത്തിലാണ് പാർശ്വവൽക്കൃതരായ വലിയ സമൂഹം നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രമേയങ്ങൾ ഒന്നുകിൽ തിയേറ്റർ വിട്ടു പോരുമ്പോൾ അവിടെ വെച്ച് മാത്രം മറക്കാൻ കഴിയുന്ന അത്രമാത്രം ദൈർഘ്യമുള്ള പ്രമേയങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. തിയേറ്ററിന് പുറത്തേക്ക് വന്നാൽ ഒരു പക്ഷേ തൊട്ടടുത്ത ഒരു പ്രമേയം, തൊട്ടടുത്ത ഒരു സാമൂഹിക വിഷയം നമ്മളെ വേട്ടയാടുമ്പോഴേക്ക് കണ്ടുപോയ സിനിമയുടെ കഥാമൂല്യവും അത് ചിരിപ്പിച്ച ഇക്കിളിപ്പെടുത്തിയ അനുഭവങ്ങളുമെല്ലാം മാറ്റിവെക്കേണ്ടി വരുന്നതുമാണ് നമ്മുടെ അനുഭവം. പക്ഷേ കമൽ എന്ന സംവിധായകൻ സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമയിലൂടെ പി.കെ. റോസിയെയും അതേപോലെ ജെസി ഡാനിയലിനെയും വളരെ പച്ചയായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ സിനിമ കല നിർവഹിക്കേണ്ട സാമൂഹ്യ ദൗത്യം അത് പരിവർത്തനം വിതയ്ക്കുകയാണ്. അസന്തുലിതമായ ഒരു സമൂഹത്തിൽ, അസമത്വം നിലവിലിരിക്കുന്ന ഒരു സമൂഹത്തിൽ, അനീതി നടപാടുന്ന സമൂഹത്തിൽ പരിവർത്തനം വിതയ്ക്കാനുള്ള വിപ്ലവകരമായ വിമോചനാത്മകമായ ഒരു കർത്തവ്യത്തിന് സ്വാഭാവികമായും അത്തരൊരു കർത്തവ്യം കല നിർവഹിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കർത്തവ്യം സെല്ലുലോയിഡ് എന്ന് പറയുന്ന ഈ സിനിമ നിർവഹിച്ചിരിക്കുന്നു എന്നതിന്റെ വളരെ കൃത്യമായ തെളിവാണ് ഈ ഉത്ഭുതമായ സദസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിക്കും. ഒരു ജനതയെ പ്രചോദിപ്പിക്കാനും ചരിത്രത്തിന്റെ ഈ തിരസ്കാരങ്ങൾക്കെതിരെ ഉണർന്നെണീക്കാനും ആ തിരസ്കാരങ്ങൾക്കെതിരെ ഒരു പുതിയ പ്രതിരോധത്തിന്റെ ഒരു പുതിയ ഒരു മറുവശത്തെ തേടാൻ, മറ്റൊരു സംസ്കാരത്തിന്റെ കലയുടെ ഒരു മറുവശത്തെ തേടാൻ ഒരു ജനതയെ പ്രേരിപ്പിക്കുന്നതിൽ ഈ സിനിമ വിജയിച്ചിരിക്കുന്നു. അതിന് തീർച്ചയായും ആധുനിക ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഈ വളരെ സീക്വൻഷ്യലായി ഒരുപാട് വ്യക്തികൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ഈ ഉണർവിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ഈ വലിയൊരു സമൂഹം കടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും ഈ വ്യക്തിത്വങ്ങളോടാണ്. കമൽ സാറിനോടും അതേപോലെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വിനു അബ്രഹാമിനോടുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹനം. തീർച്ചയായും പൊതുവെ ഈ സന്ദർഭം അങ്ങേയറ്റം ആദരവോടെ വളരെ ആത്മാർത്ഥമായി ഞാൻ അതിന് കമൽ സാറിനെയും അതേപോലെ വിനു അബ്രഹാമിനെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ബോധം വിചാരണ ചെയ്യപ്പെടേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഈ വിചാരണ ഏതാണ്ട് 86 കൊല്ലം സെല്ലുലോയിഡ് എന്ന സിനിമയിൽ, വികടകുമാരൻ എന്ന സിനിമയിൽ ഒരു വേഷം അഭിനയിക്കാൻ ആദ്യമായി ഒരു ദലിത് സ്ത്രീ ധൈര്യപൂർവ്വം കടന്നു വരികയാണ്. അന്ന് അതൊരു ധൈര്യമാണ്. സിനിമയിൽ ഒരു സ്ത്രീ വേഷം കെട്ടുക എന്നത് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ വളരെ ധീരമായ ഒരു വിപ്ലവ പ്രവർത്തനമാണ് ആ ആവിഷ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ വലിയൊരു വിപ്ലവ ദൗത്യം ഏറ്റെടുത്ത ഒരു സ്ത്രീയുടെ ഈ ചരിത്രപരമായ പങ്കിനെ അടയാളപ്പെടുത്താൻ, അതിനെ കേരളീയ ചരിത്രത്തിൽ സ്ഥാപിക്കാൻ നമ്മുടെ കലാകാരന്മാർക്ക് കഴിഞ്ഞില്ല, നമ്മുടെ ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞില്ല, നമ്മുടെ എഴുത്തുകാർക്കും നിരൂപകന്മാർക്കും കഴിഞ്ഞില്ല. ആ 86 കൊല്ലം അവർ സംസ്കരിച്ചതിന്റെ പേരിൽ മാത്രമല്ല ഞാൻ നമ്മുടെ കേരളത്തിന്റെ പൊതുബോധം ഇപ്പോൾ വിചാരണ ചെയ്യപ്പെടുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. സെല്ലുലോയിഡ് എന്ന സിനിമ വന്നു. സ്വാഭാവികമായും ആ സിനിമ മൂടിവെച്ച് ഒരുപാട് ചരിത്രങ്ങൾ അനാവരണം ചെയ്തു. അത് കേരളത്തിൽ ചർച്ചയാകേണ്ടതായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷമെങ്കിലും പി.കെ. റോസിയെ അംഗീകരിക്കാൻ, ആ ഒരു കലാകാരിയെ ഏറ്റെടുക്കാൻ, നമ്മുടെ മലയാള സിനിമയുടെ മാതാവിനെ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ഒരു പ്രബുദ്ധ കേരളമാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന, മലയാളി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രബുദ്ധത എവിടെയാണ്? അത് ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് നവോത്ഥാനന്തര കേരളത്തിൽ ഈ ബോധത്തിന്റെ അപ്പുറത്തേക്ക് അത് വികസിച്ചു എന്നും അതിൽ പ്രത്യയശാസ്ത്രപരമായ, ദാർശനികമായ, സാംസ്കാരികമായ ഔന്നിത്യങ്ങൾ കൈവന്നു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. പക്ഷെ ആ ഒരു ബോധം എന്തുകൊണ്ട് റോസി ഏറ്റെടുത്തില്ല? ഇപ്പോൾ ആരാണ് പി.കെ. റോസിക്ക് ഫൗണ്ടേഷൻ രൂപീകരിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിൽ അവരെ അടയാളപ്പെടുത്താനും ചരിത്രം അവർക്ക് നിഷേധിച്ച ആ പങ്ക്, ആദരവ് അവരുടെ മേൽ സ്ഥാപിച്ചെടുക്കുവാനും മുന്നോട്ട് വരേണ്ടി വന്നത് റോസിയുടെ അനന്തരവനാവുന്നത്, റോസിയുടെ ബന്ധുക്കളാകുന്നത്, റോസി അറിഞ്ഞോ അറിയാതെയോ പ്രതിദാനം ചെയ്ത ഒരു സാമൂഹ്യ ബോധത്തിന്റെയും ഒരു സ്വത്വത്തിന്റെയും ആ ഇതിവൃത്തത്തിനകത്ത് ഒരു ജനത
പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയാക്കേണ്ടി വരുന്നത് ആശാവഹമായ ഒരു സാംസ്കാരികമായി കേരളത്തിന് അഭിമാനിക്കാവുന്നതും അതേപോലെ നമുക്ക് ആശാവഹമായി നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്നതുമായ ഒരു നന്മയല്ല. ഇതിനപ്പുറം ഇത് റോസിയുടെ കാര്യത്തിൽ മാത്രമല്ല, ദേശീയ സിനിമയിൽ ജബ്ബാർ പട്ടേൽ ശ്രദ്ധേയമായി ഇതേപോലെ എത്ര കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ് ജബ്ബാർ പട്ടേൽ നമ്മുടെ രാജ്യത്ത് ഇതേപോലെ ശ്രദ്ധേയനായത് അബ്രമാളികളിൽ ആദ്യമായി അംബേദ്കറെ കൊണ്ടുവന്നതിനാണ്. ഗാന്ധിയെ കൊണ്ടുവന്ന റിച്ചാർഡ് ആറ്റൻബറോയുടെ പദവിയല്ല ജബ്ബാർ പട്ടേൽ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി അംബേദ്കർ എന്ന മനുഷ്യനെ സിനിമയിലേക്ക് ആനയിക്കാൻ ജബ്ബാർ പട്ടേൽ തയ്യാറായി. പക്ഷെ ആ സിനിമ ഇന്നും മൂടിവെക്കപ്പെട്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ പെട്ടിക്കകത്താണ്, പെട്ടിക്കകത്ത് അടച്ച ഭൂതം പോലെയാണ് അംബേദ്കർ ഇപ്പോഴും. അതെ, അത് തുറന്നുവിട്ടാൽ അത് പ്രശ്നമാണ്. അംബേദ്കർ എന്ന ഭൂതം യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടാൻ പോകുന്നു. കമ്മ്യൂണിസത്തെ കുറിച്ച് പണ്ട് പറഞ്ഞിരുന്നു. മുതലാളിത്തത്തിന് പേടിയായിരുന്നു. ഇന്ത്യൻ മുതലാളിത്തത്തിനും ഇന്ത്യൻ ബ്രാഹ്മണിസത്തിനും ഇതേപോലെ ഒരു ഭൂതമാണ് അംബേദ്കർ. അതുകൊണ്ട് അംബേദ്കർ എന്ന ആ ഭൂതം സിനിമ ഇപ്പോഴും പെട്ടിയിലിരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ബോധത്തെ മറികടക്കാൻ നമ്മുടെ ഭരണകൂടത്തിന്, നമ്മുടെ ഭരണവർഗത്തിന്, നമ്മുടെ സിനിമാ ബോധത്തിന്, കലാകാരന്മാർ കഴിയുന്നില്ല. ജബ്ബാർ പട്ടേലിന് പോലും ഇപ്പോൾ അത് നിർബന്ധമുണ്ടോ എന്നറിയില്ല. ആ സിനിമ നിർമ്മിക്കുകയും ആ സിനിമയുടെ പേരിൽ അംഗീകാരം നേടുകയും അതിൽ മലയാളിയായ നമ്മുടെ മമ്മൂട്ടി അഭിനയിക്കുകയും മമ്മൂട്ടിക്ക് അതിന് അന്തർദേശീയ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. മമ്മൂട്ടിക്ക് അംഗീകാരം നേടിയ, അന്തർദേശീയ അംഗീകാരം നേടിയ ആ സിനിമയിലെ റോൾ അംബേദ്കർ ആയിരുന്നുവെങ്കിൽ ആ അംബേദ്കറെ മലയാളികൾ കാണുന്ന കാര്യത്തിൽ മമ്മൂട്ടിക്ക് ഇപ്പൊ നിർബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരുപക്ഷെ മലയാളികൾ അംബേദ്കർ ആ സിനിമയെ മറന്നേക്കും. അംബേദ്കറെ മറക്കാൻ ഒരുപക്ഷെ ഒരു ജനതയോട് പറയാനാവുകയില്ല. ആരൊക്കെ മറക്കാൻ ശ്രമിച്ചാലും മറക്കാത്ത ഒരു മനുഷ്യനായി ചരിത്രത്തിൽ അദ്ദേഹം തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സിനിമ ഇത് കേരളത്തിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിലെ ഒരു വാൾ, ഒരു പോസ്റ്റ് അത് ഓർമ്മയിലേക്ക് വരികയാണ് ഈ സന്ദർഭത്തിൽ. എന്താണ്? ഒരു സവർണ സ്ത്രീയുടെ വേഷം കെട്ടിയ ദളിതയായ പി കെ റോസി പ്രാണരക്ഷാർത്ഥം ജീവന് വേണ്ടി നാടുവിട്ടോടിയ കേരളത്തിൽ ഒരു ദളിത വേഷം വൃത്തിയാക്കുന്ന ഒരു തോട്ടിയുടെ വേഷം അഭിനയിച്ച ഒരു സവർണന് ദേശീയ അവാർഡ് കിട്ടിയ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ റോസിയെ അനുസരിക്കുന്നത്. ഫേസ്ബുക്കിനോട് കടപ്പാട്, ഡോമിനും ഒരു കടപ്പാട്, ഡോമിന്റെ ആൾക്കാരുണ്ട്. അപ്പോ ഇത് യാദൃച്ഛികതയല്ല, വളരെ ഗൗരവമായി മലയാള ലോകം, മലയാളത്തിന്റെ പൊതുബോധം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോഴും റോസി ഇല്ല. ഇനിയും ഇങ്ങനെയുള്ള ഒരു ദളിത വേഷം കെട്ടി ഒരിക്കൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞാലും ആ വേഷം കെട്ടിയതിന്റെ പേരിൽ ഒരു പക്ഷേ ആ നടന്മാരുണ്ടാകേണ്ടി വരുന്ന, സവർണനാണെങ്കിൽ പോലും നടനുണ്ടാകേണ്ടി വരുന്ന ദുരന്തം ഇനി കാത്തിരിക്കേണ്ട കാര്യമാണ്. അത് സരികുമാർ പറയുന്നുണ്ട്. അതിനി നമുക്ക് കാത്തിരുന്നാകേണ്ട കാര്യമാണ്. എന്താണെങ്കിലും പി കെ റോസിയെ ഒരു സിനിമ കൊണ്ട് മറന്നു പോകേണ്ട കാര്യമല്ല. പലപ്പോഴും അങ്ങനെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഒരു എഴുത്ത് കൊണ്ട്, ഒരു പുസ്തകം കൊണ്ട്, ഒരു സിനിമ കൊണ്ട് അതിനെ ആ ദൗത്യം നിർവഹിച്ചു എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യമല്ല റോസിയുടെ കാര്യം. റോസിയെ പോലുള്ള അനുഗ്രഹീതരായ അത്തരത്തിൽ കലാകാരികൾ അല്ലെ കലാകാരന്മാർ അവർ ഇതുപോലുള്ള ഒരു എഴുത്തിൽ ഒരു സിനിമയിൽ ഒരിക്കൽ മാത്രം ആവിഷ്കരിച്ച് മാറ്റിവെക്കേണ്ടതല്ല. അത് ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യുവാനുണ്ട്. ഇതൊരു വലിയ കർത്തൃത്വമാണ്. ഇവിടെ ആദ്യം പറഞ്ഞല്ലോ, അമേരിക്കൻ സിനിമയിൽ കറുത്തവരില്ലാത്തൊരു സിനിമ അമേരിക്കയിൽ വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്. കറുത്തവൻ്റെതല്ലാത്തൊരു സംഗീതം അമേരിക്കയ്ക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. എത്രയോ കറുത്ത പാട്ടുകാർ അവിടെ വന്നിരിക്കുന്നു, അവരുടെ നൃത്തം. പക്ഷെ ഇപ്പോഴും ഏറ്റവും അധികം കറുമ്പർ അമേരിക്കയിലെ കറുത്തവർ അവിടെ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന വളരെ കുറച്ച് ആൾക്കാരാണ്. ഇവിടുത്തെ കറുത്തവരാകട്ടെ ഇവിടുത്തെ ആൾക്കാരാണ്, ഭൂരിപക്ഷമാണ്, 300 ദശലക്ഷമാണ്. ഇത്രയും കറുത്തവരുള്ള കേരളത്തിൽ നിന്ന് ഒളിമ്പിക്സിൽ ഓടാൻ ഒരാളെ അയക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് അവാർഡുകൾ കുറയുന്നത്, അല്ലെ മെഡലുകൾ കുറയുന്നത്. കുറഞ്ഞു കറുത്തവരുള്ള അമേരിക്കയിൽ നിന്നുള്ളവരെ ഓടിച്ചാണ് അവർ ലോകത്തിന്റെ നെറുകയിൽ ഒളിമ്പിക്സിൽ എപ്പോഴും അവർ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഈ സാമൂഹ്യ ബോധത്തെ, ഈ കർമ്മശേഷിയെ, അവരുടെ കലയെ, സംസ്കാരത്തെ, അവരുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട്. പി കെ റോസിക്ക് ചരിത്രത്തിൽ അവർ നിർവഹിച്ചൊരു ദൗത്യമുണ്ട്. ഒരു കലാകാരി എന്ന നിലയിൽ കേരള സിനിമയിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ അവർ നിർവഹിച്ച ആ ദൗത്യം അതൊരു സോഷ്യൽ ക്യാപിറ്റലാണ്. നമ്മുടെ നാട്ടിൽ ഈ ക്യാപിറ്റൽ എന്താണ്? സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ
നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരം സിംബോളിക് ക്യാപിറ്റൽ ഉണ്ട്. ഈ സിംബോളിക് ക്യാപിറ്റലാണ് നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ ഒരു ബന്ധുക്കൾ ഒരു ജാതിക്കാർ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കൊടുത്തുകൊണ്ടിരിക്കുന്ന അവാർഡ് സമർപ്പണങ്ങൾ കുറെ നാളുകളായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതാണ്. ഒരാളെ മഹാനെന്ന് മറ്റൊരാൾ വിളിക്കുകയും തിരിച്ചു പറിച്ചു കഴിയുമ്പോൾ അയാളോട് അയാളുടെ കുടുംബത്തിൽപ്പെട്ട വേറെ ആളെ തിരിച്ചു മഹാനെന്ന് വിളിക്കുകയും ഇങ്ങനെ പട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറുകയും ചെയ്യുന്ന ഒരു സംസ്കാരം തിരുത്തപ്പെടേണ്ട ഒന്നാണ്. ഇതൊരു പുതിയ നൈതികത ഉണ്ടാകണം, പുതിയ മൂല്യങ്ങൾ ഉണ്ടാകണം. മനുഷ്യന്റെ സർഗാത്മകതയും അവന്റെ ടാലൻസിനെയും അവന്റെ സർഗശേഷിയും ഒക്കെ തന്നെ ഈ ജാതിയുടെ വർണ്ണബോധത്തിന്റെ ഓർമ്മ പുസ്തകത്തിന് മറക്കാൻ കഴിയാത്ത, അതിന് മറക്കാൻ കഴിയാത്ത ഒരു പുതിയ മൂല്യബോധം കൊണ്ട് അളക്കാൻ കഴിയുന്ന ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ നവോത്ഥാനത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് സ്വാഭാവികമായി JC ദാനിയലിനോട് കടപ്പെട്ടിരിക്കുന്നു. ദാനിയൽ എന്ന പ്രയോഗത്തിന് തെക്കൻ തിരുവിതാംകൂറിലെ ഈ നാടാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു മനുഷ്യന് ചരിത്രത്തിലേക്ക് റോസിയെ പ്രവേശിക്കാൻ സിനിമയുടെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ആ കർത്തൃത്വം നിർവഹിക്കുന്നത് പോലും ചരിത്രത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സാമൂഹിക വിഭാഗമാണ്. കംസർ പറഞ്ഞതുപോലെ മലയാള സിനിമയിൽ ഇപ്പോഴും അങ്ങനെ ഒരു വിപ്ലവം ഏറ്റെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അദ്ദേഹം തന്നെ പറഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ്, ഒരുപക്ഷെ കറുപ്പിയെ പിടിച്ച് അത് വെളുത്തവളെ പിടിച്ച് കറുത്ത പെയിന്റ് അടിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യയെ, അതിനകത്തുള്ള ഒരു ഐഡന്റിറ്റിയെ, ആ ഐഡന്റിറ്റിയുടെ വെളിച്ചത്തന്നെ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇവിടെ റോസിയും ഒരുപാട് കാര്യങ്ങൾ അന്വേഷണത്തിൽ ഇനിയും വരേണ്ടതുണ്ട്. രാജമ്മയായി ഒരുപക്ഷെ ദാനിയലിന്റെ സിനിമയിൽ കയറാൻ കഴിയുമായിരുന്നു. രാജമ്മ റോസിയായിട്ടാണ് കയറിയത്. അവിടെ ഈ മനാവരണം ചെയ്യേണ്ട സാമൂഹ്യ പരിവർത്തനത്തിന്റെ, സാമൂഹ്യ മാറ്റത്തിന്റെ പുതിയ വായനകൾ അവിടെ ആവശ്യമാണ്. ഞാൻ കൂടുതൽ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും ഇപ്പോഴും അർഹിക്കുന്ന അംഗീകാരം റോസിക്ക് കൊടുക്കാൻ, PK റോസിക്ക് കൊടുക്കാൻ നമ്മുടെ ഭരണകൂടം, നമ്മുടെ സിനിമാ ലോകം തയ്യാറായിട്ടില്ല. പക്ഷെ അർഹിക്കുന്ന അംഗീകാരം ഭരണകൂടം കൊടുത്തില്ലെങ്കിലും, ഭരണവർഗം കൊടുത്തില്ലെങ്കിലും ഒരു ജനത റോസി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. റോസി ഏറ്റെടുക്കേണ്ട, റോസിക്ക് ജന്മം നൽകിയ, അല്ല റോസിയെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഉത്ബുദ്ധ സമൂഹം PK റോസി ഏറ്റെടുക്കുന്നു. പലപ്പോഴും അങ്ങനെയാണ്. ഇത് ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള മഹാന്മാർ, ബാബാ സാഹേബ് അംബേദ്കർക്ക് 90 വരെ കാത്തിരിക്കേണ്ടി വന്നു. 91-ലാണ് നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തത്. അദ്ദേഹം ആഗ്രഹിച്ച കാര്യമൊന്നുമല്ല. പക്ഷേ എത്രയോ തമിഴ്നാട്ടിലെ MGR-ന് പോലും ഭാരതരത്നം കൊടുത്തതിന്റെ പുറകെയാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശില്പിക്ക്, സൃഷ്ടാവിന് ഇന്ത്യ ഭാരതരത്നം കൊടുത്തത്. ഭാരതരത്നം കൊടുക്കുന്നിടം വരെ അംബേദ്കറെ ഏറ്റെടുക്കാൻ ഇന്ത്യയിൽ ദളിത് ലോകം കാത്തിരുന്നില്ല. വലിയ മാറ്റങ്ങളായി, സാഹിത്യങ്ങളായി, ചടുലമായ സാഹിത്യങ്ങളായി, ദളിത് സാഹിത്യങ്ങളായി, പ്രൊട്ടസ്റ്റ് ലിറ്ററേച്ചറായി അത് ഇന്ത്യയിൽ ശക്തമായി മുന്നോട്ട് വന്നു. അവസാനം ആ ജനകീയ മുന്നേറ്റത്തിന്റെ രാഷ്ട്രീയ വായനയിലാണ് ഇനിയും അംഗീകരിക്കാൻ വൈകുന്നത്. തങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വിഘാതമാകുമെന്ന് മനസ്സിലാക്കിയ തിരിച്ചറിവിൽ നിന്നും വൈകി അംബേദ്കർ അംഗീകരിക്കുന്നത്. റോസിയെ ഇതുവരെ അംഗീകരിക്കാത്തവർ അധികം വൈകാതെ PK റോസിയെ അംഗീകരിക്കുന്ന, അവർക്ക് അതിന് മുൻകാല പ്രാബല്യത്തോടെ അവർക്ക് മലയാള സിനിമയ്ക്ക് അർഹമായ അംഗീകാരം PK റോസിക്ക് മലയാള സിനിമാ ലോകവും കേരളത്തിന്റെ ഭരണകൂടവും കൊടുക്കുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു മാറ്റത്തിന് ഇന്ന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് PK റോസി ഫൗണ്ടേഷൻ രൂപീകരിച്ചുകൊണ്ട് PK റോസിയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾക്ക്, അതേപോലെ മലയാള സിനിമയിലെ ഈ ഒരു വലിയ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ സിനിമയുടെ ഭാഗമായി മാറണം. എല്ലാവരുടെയും അനുഭവങ്ങൾ, എല്ലാ സമൂഹങ്ങളുടെയും അനുഭവങ്ങൾ സ്വാഭാവികമായും നമ്മുടെ ഇത്തരം മാധ്യമങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ തമിഴ് സിനിമകൾ കാണേണ്ടി വരുന്ന ഗതികേടാണ് നമുക്ക്. ഒരു കർത്തവനെ കാണാൻ അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ അനുഭവങ്ങൾ വായിക്കാൻ, അത്തരം അനുഭവങ്ങൾ അന്വേഷിച്ചാൽ ഒരുപക്ഷെ നമുക്ക് തമിഴ് സിനിമകൾ കാണേണ്ടി വരും. കേരളത്തിന്റെ സിനിമകൾ എന്തായാലും കമൽസാറിനെ പോലുള്ളവർ നമ്മുടെ മുന്നിലുണ്ട്, വലിയ പ്രതീക്ഷകരാണ്. ഇത് മാറ്റം ആവശ്യമാണ്. കാരണം ഇവിടെ അധ്വാനിക്കുന്ന മനുഷ്യരുടെ കലയും സംസ്കാരവും അധ്വാനവും ഒക്കെ തമ്മിൽ വലിയ ബന്ധമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അധ്വാനിക്കുന്ന ഒരു സമൂഹം, ഉൽപാദകമായ സമൂഹം, നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ കാലത്തെയും നമ്മുടെ പ്രകൃതിയെയും സംസ്കാരത്തെ മൂല്യപരമായി സംരക്ഷിക്കുന്ന ഒരു വലിയ ജനതയുടെ അനുഭവങ്ങളെ സ്വാഭാവികമായും കലയിലും സിനിമയിലും ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു പുതിയ പരിപ്രേക്ഷ്യം, സ്വാഭാവികമായി പുതിയ കാഴ്ചപ്പാട് നമ്മുടെ സിനിമാ ലോകത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ഈ സാംസ്കാരിക ബോധം തീർച്ചയായും ഇത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അർഹമായ അംഗീകാരം PK റോസിക്ക് നൽകിക്കൊണ്ട് കേരളത്തിന്റെ സിനിമാ ലോകത്തിൽ ഒരു പരിവർത്തനം ആവശ്യമാണ്. കാരണം സിനിമ ഏറ്റവും ഊർജ്ജസ്വലമായ, ഏറ്റവും ശക്തമായ, പവർഫുള്ളായ ഒരു മീഡിയയാണ്. ആ മീഡിയ പ്രകടിപ്പിക്കുന്ന
മനോഭാവം സ്വാഭാവികമായി സമൂഹത്തിൽ റിഫ്ലക്ട് ചെയ്യും. പണ്ട് നിലവിലിരുന്ന വർണ്ണ വ്യവസ്ഥയുടെ പ്രതിഫലനങ്ങൾ സിനിമയിൽ വന്നു. അതാണ് സിനിമയിൽ തിരസ്കരണം വന്നത്. പക്ഷേ ആ വ്യവസ്ഥകളെ മാറ്റാനും സ്വാഭാവികമായും കലയ്ക്കും സിനിമയ്ക്കും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വ്യവസ്ഥയുടെ വ്യതിയാനുകളായി അല്ലെ വ്യവസ്ഥയ്ക്ക് വിധേയരായി എന്താണ് ഇവിടുത്തെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സമൂഹം, ഇൻഫ്ലുവൻഷ്യലായ സമൂഹം, ഒരു ഭരണവർഗം, ഒരു മേലാളവർഗം, അവർ ആഗ്രഹിക്കുന്നത് അടുക്കളയിൽ ചുട്ടുവിളമ്പി സ്വാദിഷ്ടമായി വിളമ്പിക്കൊടുക്കുകയല്ല കലാകാരന്റെ ദൗത്യം. അതല്ല കലയുടെ ദൗത്യം. നേരെ മറിച്ച് അല്പം അരുചിയാണെങ്കിൽ പോലും പരിവർത്തനത്തിന് വേണ്ടി, കലാപത്തിന് വേണ്ടി, വിപ്ലവത്തിന് വേണ്ടി, മാറ്റത്തിന് വേണ്ടി സ്വാഭാവികമായി പറയാൻ, സംസാരിക്കാൻ, അതിന് രചനകൾ ചെയ്യാൻ കലാകാരൻ കടപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായി വിനോദ് ബ്രാഹ്മനെ പോലുള്ള ഭൗതിക സത്യസന്ധതയുള്ള എഴുത്തുകാർ അത്തരം ഒരു വലിയ ദൗത്യം ഇനിയും തുടരും എന്ന് പറയുമ്പോൾ തീർച്ചയായും വലിയൊരു പ്രതീക്ഷയാണ് നമ്മുടെ മുന്നിലുള്ളത്. മാൽക്കം എക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, we want to break all the existing orders in order to create a new order. നിലവിലിരിക്കുന്ന സമ്പ്രദായങ്ങളെല്ലാം ഞങ്ങൾ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ സമ്പ്രദായത്തെ നിർമ്മിക്കാൻ, അതൊരു പുതിയ മാറ്റം ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് മലയാള സിനിമയിൽ, കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തും ഒരു പുതിയ നൈതികത, ഒരു പുതിയ മാറ്റം, സമത്വത്തിന്റെയും നീതിയുടെയും സാഹോദര്യത്തിന്റെയും ഒക്കെയായ ഭൗതികമായ സത്യസന്ധതയുടേതായ ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ PKROC ഫൗണ്ടേഷന് കഴിയട്ടെ. ഒരുപാട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ മേഖലയിൽ ഇതേപോലെ അവഗണിക്കപ്പെടുന്ന, സംസ്കരിക്കപ്പെടുന്ന കലാകാരന്മാരെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ കേരളത്തിന്റെ സിനിമാ ലോകവുമായി, കലാലോകവുമായി സർഗാത്മകമായ, വിമോചനാത്മകമായ സംവാദങ്ങൾക്കും അതുപോലുള്ള വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് സംഭാവന ചെയ്യാൻ ഈ ഫൗണ്ടേഷന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഗിക്കുകയാണ്. പുഷ്പളമായ അഭിവാദനം. ആദരണീയനായ അധ്യക്ഷൻ ആഷിദ്, ശ്രീ കമൽ സാർ, ഡോക്ടർ നീലലോകദാസ് സാർ, ശ്രീ വിനോദ് അബ്രഹാം, ശ്രീ കെ അമുദാഷൻ സാർ, സാജു ചേലങ്ങാട്, ബിന്ദുരാജ്, മധുരാജൻ, ബിന്ദു ശിശുരൻ, പ്രേമനഗർ. അമുദാഷൻ സാറ് വളരെ വിശദമായിട്ട് പറയേണ്ട പല കാര്യങ്ങളും പറഞ്ഞു പോയി. എനിക്ക് അതൊന്നും കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം അവസാനിപ്പിച്ച ആ ഫേസ്ബുക്കിന്റെ നിന്ന് ഞാൻ തുടങ്ങിയാണ്. ഒരു ദളിത സവർണനെ അഭിനയിച്ചപ്പോൾ അടിച്ചോടിക്കുകയും ഒരു സവർണൻ ദളിതനായി അഭിനയിച്ചപ്പോൾ അവാർഡ് കൊടുക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഫൗണ്ടേഷൻ ഇങ്ങനൊരു അനുസ്മരണം നടത്തുന്നത്, ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. സെല്ലുലോയിഡിന് മുൻപും ഈ നാട്ടിലെ ദളിതരും ദളിത് പ്രവർത്തകരും PKROC എന്ന അമ്മയെ അനുസ്മരിച്ചിരുന്നു. അവർക്കൊരു പ്രവർത്തിച്ചതായിട്ട് വിനോദം പറയുന്നുണ്ടായി. കമൽ സാറ് JC ഡാനിയൽ എന്ന ഒരു നായകന്റെ ദുരന്തകഥയാണ് അവതരിപ്പിച്ചതെങ്കിലും ഒരു പുരുഷന്റെ കഥയായിരുന്നു. ഫെമിനിസ്റ്റ് എന്നതിൽ എനിക്ക് അതിനെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഒരു പുരുഷന്റെ കഥ അവതരിപ്പിക്കുമ്പോൾ അതിൽ വന്ന ഒരു കഥാപാത്രമായ PKROCയെ ഇവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിയുകയും സിനിമയിൽ ജാതീയതയുണ്ടെന്ന് മുൻപ് ദളിതർ പറഞ്ഞ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പൊതുസമൂഹം സിനിമയുടെ ജാതീയതയെ അംഗീകരിക്കും. ജാതീയതയുണ്ട്, ശരിയാണ്, സിനിമയിൽ ജാതീയതയുണ്ട് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. PKROCക്ക് ശേഷം ഈ അമ്മയ്ക്ക് ശേഷം വന്നത്, ഈ അമ്മ വരുമ്പോഴാണ്, ഈ ദുരന്തം നടക്കുമ്പോഴാണ് പൊതുസമൂഹം തിരിച്ചറിയുന്നത് സിനിമ എന്നതൊരു കൾച്ചറൽ ക്യാപിറ്റലാണ്, സാംസ്കാരിക മൂലധനമാണ്. ഇതൊരു മൂലധനമായിട്ട് സവർണർ തിരിച്ചറിയുമ്പോൾ ഇവിടുത്തെ ദളിതരെ അടിച്ചോടിക്കുകയാണ്, അതിൽ നിന്ന് ദളിതരെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അഥവാ വന്നിട്ടുള്ള ദളിതരുണ്ടെങ്കിൽ പല സംവിധായകരും, ദളിതരായിട്ട് സംവിധായകരുണ്ട്, ദളിതരായിട്ട് അഭിനയിക്കുന്ന പുരുഷന്മാരുണ്ട്. ഇവർക്കൊക്കെ ഒന്നിൽ സവർണ മനസ്സോ സവർണ ഐഡന്റിറ്റിയോടുകൂടി മാത്രമേ ഈ സിനിമയിൽ, ഈ കലയിൽ നിൽക്കുവാൻ കഴിയുള്ളൂ, കൾച്ചറൽ ക്യാപിറ്റൽ നിലനിൽക്കുവാൻ കഴിയുമെന്നുള്ളതിന് ഉദാഹരണമാണ് ശ്രീ ലോകദാസ് നിവേദ്യം എന്ന സിനിമ. അതില് ഒരു ആശാരിപ്പയ്യൻ ആശാരിപ്പണി ചെയ്യുമ്പോൾ അവൻ അലമ്പനാവുകയും കൈതപ്പുറം എന്ന നമ്പൂതിരി